ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് വെച്ച് ഒരു പിക്കിളാണ് കേട്ടോ. അത് നമുക്ക് എല്ലാം ഊണിനുമൊക്കെ നമുക്കത് കഴിക്കാം. പ്രത്യേകിച്ച് എല്ലാവരും കൂടുതലായിട്ട് ഇത് കഴിക്കുന്നത് ബിരിയാണിക്കാണ്. അത് നമുക്ക് തൈര് സാദത്തിനും നമുക്ക് ഏതൊരു ഭക്ഷണത്തിലും നമുക്കിത് ഉൾപ്പെടുത്താം. നല്ലൊരു ഹെൽത്തി പിക്കിളാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ആദ്യം തന്നെ ഞാൻ ആ ഡേറ്റ്സൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് നല്ലോണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിത് അരിയുന്നത് ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചി ഒന്ന് അരിഞ്ഞിട്ട് പിന്നെ ഈ റെഡ് ചില്ലി ഉണ്ടല്ലോ, അത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഞാൻ വെക്കുകയാണ്. ചെറുതായിട്ട് നമ്മൾ അതിൻ്റെ ഡേറ്റ്സിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കണേ. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ നല്ലെണ്ണ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു അരക്കപ്പ് ആദ്യം തന്നെ ഞാനത് ഒഴിച്ചിട്ട് അത് നല്ലോണം ചൂടാറി കഴിഞ്ഞ ശേഷം അതിനകത്തേക്ക് കുറച്ച് കടുക് ഇടുക കേട്ടോ. കുറച്ച് ഏറെ കടുക് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇട്ടു. എന്നിട്ട് ഞാനത് തെറിച്ച് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഞാൻ ആ പാത്രം വെച്ച് അത് മൂടി വെച്ചിരിക്കുന്നത്. കടുക് പൊട്ടുന്ന സമയത്ത് തെറിക്കത്തില്ലേ, അതുകൊണ്ട് ഞാനങ്ങനെ മൂടിയത്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ, നന്നായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇച്ചിരി ഉലുവ, അതിനകത്തൊരു 1 ടീസ്പൂണോളം ഉലുവ ഞാൻ ഇട്ടു കേട്ടോ. ഇട്ടിട്ട് നല്ലോണം ചൂടായി വരുന്ന സമയം കൊണ്ട് നല്ലോണം സിമ്മിൽ വെച്ച് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാൻ പോകുക കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിരുന്ന ഒരു 4 എണ്ണം ഉണ്ടാവും, ഒരു റെഡ് ചില്ലി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ടു. നമുക്ക് കുറച്ച് എരിവ് കുറച്ച് കൂടുതൽ വേണം അതിന്. പിന്നെ കുറച്ച് 4 പച്ചമുളകും കൂടെ അതിനകത്തോട്ട് അരിഞ്ഞിട്ടു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഡേറ്റ്സ് നമുക്ക് എപ്പോഴും ഇച്ചിരി മധുരമുള്ളതല്ലേ, അതുകൊണ്ട് ഇച്ചിരി ഒരു എരിവ് അതിൻ്റെ അകത്തോട്ട് മുന്നിട്ട് നിൽക്കുന്നത് ഒരു നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മധുരവും എരിവും പുളിയും എല്ലാം കൂടെ ആവുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല വെറൈറ്റി ടേസ്റ്റാണ്. ഇച്ചിരി കരിവേപ്പില ഇട്ട് കേട്ടോ. അതിൻ്റെ കൂടെ ആവശ്യമുള്ള കരിവേപ്പില നിങ്ങൾ ഇട്ടോളൂ കേട്ടോ. ഞാൻ ഇച്ചിരി കുറച്ച് ഏറെ കിട്ടുന്നേ ഉള്ളൂ, ഒരു നല്ലൊരു മണവും രുചിയും വരുവാൻ വേണ്ടിയിട്ട് കരിവേപ്പില അധികമായിട്ടിട്ടു. എല്ലാം കൂടെ നന്നായിട്ട് എണ്ണയിലിരുന്ന് നല്ലോണം വഴറ്റിയെടുക്കണം കേട്ടോ. ഇത് ഒരു അരക്കപ്പ് നല്ലെണ്ണ ഉണ്ടാവും, അതിലേക്കാണ് ഞാൻ ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഞാൻ ഇച്ചിരി മഞ്ഞൾ പൊടി, 1 ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇടുകയാണ്. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മൾ സാധാരണ മുളക് പൊടിയില്ലേ, അതൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇടുന്നത് കാശ്മീരി ചില്ലിയാണ്, അതും ഒരു 2 ടേബിൾ സ്പൂൺ. കാശ്മീരി ചില്ലി ഇടുമ്പോൾ ഇച്ചിരി നമുക്ക് കളർ കിട്ടും. പിന്നെ കായത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ഇട്ടു കേട്ടോ. അതെല്ലാം കൂടെ ആ എണ്ണയിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ് ഞാൻ. ഇപ്പോഴും സ്റ്റൗ സിമ്മിലാട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകത്തില്ലേ, അതിനുവേണ്ടി ഞാൻ സ്റ്റൗ സിമ്മിലിട്ടിട്ട് നല്ലോണം വഴറ്റിയെടുത്തു. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് വിനാഗിരി, ഒരു അരക്കപ്പോളം വിനാഗിരി ഒഴിക്കുക കേട്ടോ. വിനാഗിരി ഒഴിച്ച് നല്ലോണം അത് ഒന്ന് ചൂടായി വരണം. നല്ല തിളച്ചു അപ്പത്തിനേക്ക് പിന്നെ ഞാനൊരു 2 കപ്പ് വെള്ളം അതിലേക്ക് ഞാൻ ഒഴിക്കുക കേട്ടോ. ഒഴിച്ചിട്ട് അത് നല്ലോണം തിളയ്ക്കാനായിട്ട് ഞാനത് വിടുകയാണ്. നല്ലോണം തിളച്ച് വരണം. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഇച്ചിരി കൂട്ടി വെച്ചിട്ടുണ്ട്, അത് വെള്ളം ഒന്ന് തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ടേ സ്റ്റൗ ഇച്ചിരി കൂട്ടി വെച്ചു.
അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂൺ ഉപ്പ് ഇടുക കേട്ടോ, ഉപ്പ് പൗഡർ അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിച്ച് നല്ലോണം തിളച്ച് വരണം കേട്ടോ വെള്ളം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം എല്ലാവരും എൻ്റെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് അമർത്തിയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. നല്ലോണം തിളച്ചു. തിളച്ച സമയം കൊണ്ട് ഞാൻ ഇച്ചിരി ആ ഡേറ്റ്സ് ഒക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അത് അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം. അത് വെന്ത് നല്ലോണം കുഴഞ്ഞും നല്ലോണം നമ്മളത് ആ സ്പൂൺ കൊണ്ട് തന്നെ കുറച്ചിങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ നല്ലോണം അത് ഉടഞ്ഞു വരും. നല്ലോണം വെന്തിടും, വെള്ളമൊക്കെ നല്ലോണം പറ്റി നല്ലോണം വേവിച്ചെടുക്കണം ഡേറ്റ്സ്. ഞാൻ ഇച്ചിരി മൂടി വെച്ചിട്ട് ഞാൻ നല്ലോണം വേവിച്ചെടുത്ത് കണ്ടില്ല, എണ്ണ നല്ലോണം തെളിഞ്ഞ് വരുന്നതാണ്ടോ. ആ എണ്ണ നല്ലോണം തെളിഞ്ഞ് വരുന്നവരെ നമ്മളതിനെ വേവിച്ചെടുക്കണം. കണ്ടില്ല, നല്ല കുഴഞ്ഞ് നല്ലോണം നന്നായിട്ട് വെന്ത് വന്നു. അത് എല്ലാവരും എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കോളും, നല്ല ടേസ്റ്റാണ്. ഇവിടെ കുറച്ച് പേര് ഞാൻ ചോദിച്ചു, അതിനാണ് ഞാൻ ഇത്രയും പിക്കിൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ഞാൻ ഓരോരുത്തർക്കും.